എന്താണ് ആത്മീയത, എന്താണ് മതം, എന്താണ് പ്രണയം? ആത്മീയത ഏതു മതത്തിൽ ജനിച്ചാലും സ്വന്തം മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെ ബഹുമാനിച്ച് ജീവിക്കുന്നതിനോടൊപ്പം തന്നെ സർവ്വചരാചരങ്ങളും ഈ പ്രകൃതിയുടെ ഭാഗമാണെന്നും പരമാത്മാവും പരിശുദ്ധാത്മാവും പടച്ചോനുമൊക്കെ ഒന്നാണെന്നും ഉറച്ച വിശ്വാസം ഹൃദയത്തിൽ പേറി എല്ലാവരോടും സമഭാവനയോടുകൂടി സാഹോദര്യത്തോടുകൂടി സ്നേഹിച്ച് ജീവിക്കാൻ കഴിയുന്നവരാവരോ അവർ ആത്മീയവാദികളാണ്. ഇനി മതവാദികളെന്ന് വെച്ചാൽ ഞങ്ങളുടെ മതത്തിൽ പറയുന്നത് മാത്രമാണ് ശരി, ഇവിടെ വന്നാൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന് ചിന്തിക്കുന്നവർ മതവാദികളാണ്. ആത്മീയത ഒരു മഹാസമുദ്രമാണെങ്കിൽ മതം ഒരു ഫിഷ് ടാങ്ക് ആണ്. മതവാദി ആ ഫിഷ് ടാങ്കിനകത്ത് മാത്രം കിടന്ന് കളിക്കുന്ന ഒരു മത്സ്യത്തെ പോലെയാണ്. പ്രണയത്തിന് പിന്നെ കണ്ണും മൂക്കും നാക്കും ഒന്നുമില്ല, അതൊരു വികാരമാണ്. പ്രണയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ജാതിയോ മതമോ ഒന്നുമില്ല. നമുക്കറിയാം, ഇതര ജാതി മതങ്ങളിൽപ്പെട്ടവർ സുഖമായി വിവാഹം കഴിച്ച് നന്നായിട്ട് ജീവിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എല്ലാ 10 പൊരുത്തവും ചേർന്നവർ നിരന്തരം കുടുംബ കോടതിയിൽ കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പ്രണയം ഏത് മനുഷ്യരെ തമ്മിലും ആകാം, അല്ലെ? അത് മനുഷ്യർക്ക് തമ്മിലാണ് പ്രണയം സാധ്യമാവുന്നത്. അപ്പൊ മനുഷ്യർക്ക് തീർച്ചയായിട്ടും പ്രണയിക്കാം, അതൊരു തെറ്റല്ല. പക്ഷെ വിവാഹം എന്ന് പറയുന്ന ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മതം മാറിയാലേ അത് സാധ്യമാകൂ എന്ന് ഇണ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം എത്രയും വേഗം ഉപേക്ഷിക്കാനുള്ള ഒരു കരുത്ത് ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാവണം. കാരണം അത് വളരെ മോശമായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ദുഃഖത്തിലേക്ക് അത് നയിക്കും. ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങ് സമ്മതിച്ചു തരികയും വേണ്ട, മതം മാറണം, എങ്ങനെയൊക്കെ ആവാന്ന് പറഞ്ഞാലും ആദ്യം മതം മാറണമെന്ന് ആവശ്യപ്പെട്ട ആ വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിൽ ആ മതചിന്തയും അയാളുടെ ബന്ധുക്കളുടെ ഉള്ളിലും ആ മതചിന്ത ഉണ്ടാകും. അത് ഭാവിയിൽ വളരെ വലിയ ദുഃഖമുണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് മതമെന്ന് മിണ്ടുന്നുണ്ടെങ്കിൽ പ്രണയം കട്ടുകാനുള്ള ആർജവം ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാകട്ടെ. ഇനി ഇത്തരം ദുഃഖ വാർത്തകൾ നമ്മൾ കേൾക്കാതിരിക്കട്ടെ.